ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പാവയ്ക്ക അച്ചാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാവയ്ക്ക അച്ചാറിനായിട്ട് ഞാനിവിടെ 2 പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 തവണയായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന പാവയ്ക്കായും കൂടെ ഇതിലേക്ക് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ബാക്കി ചെയ്യുന്ന പാവയ്ക്ക നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കോരിയത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 1/4 കപ്പോളം ഉണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് ഇളക്കിയൊന്ന് നമുക്ക് വഴറ്റിയെടുക്കുന്നതെന്ന്. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ വിനീഗറാണ്. വിനീഗർ കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രൈ ആക്കി എടുത്തതാണ്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.